ഹലോ എവ്രി വൺ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ടിഫിൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്, ഇഡ്ഡലിക്ക്. അപ്പോൾ കുറച്ച് നമ്മുടെ തുവരപ്പരിപ്പും കുറച്ച് നമ്മുടെ ചെറുപയർ പരിപ്പും ഇത് രണ്ടും ഈക്വൽ പ്രൊപ്പോർഷനിലെടുത്ത് വൃത്തിയിൽ കഴുകി അപ്പോൾ നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വറുക്കാനായിട്ട് മല്ലി, കുറച്ച് കുരുമുളക്, കടലപ്പരിപ്പ്, ജീരകം, ഉലുവ, കായം, പിന്നെ ചുവന്ന മുളക്. എണ്ണ ചൂടാക്കി ഇപ്പോൾ ആദ്യം കായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കായം ഒന്ന് ചൂടായ ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ നല്ലൊരു മണം വരണം, കരിയിക്കാൻ പാടില്ല. എന്നിട്ടിപ്പോൾ നമ്മൾ നാളികേരം ഒരു 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ നന്നായിട്ട് വറുത്ത് ഓഫ് ചെയ്ത ശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ കടുക് പൊട്ടിച്ചു. അതിലേക്ക് ചുവന്ന മുളകും കരിവേപ്പിലയും ഇട്ട് കൊടുത്തു. ആദ്യം ചെറിയ ഉള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഒരു 10-20 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയുള്ളി ആയ ശേഷം ഇപ്പോൾ ക്യാരറ്റും നമ്മുടെ മുരിങ്ങയ്ക്കയും. ഈ മുരിങ്ങയ്ക്ക ഞാൻ പ്രിസർവ് ചെയ്തതാണ്, ഫ്രീസറിനെടുത്തതാണ്. കണ്ടില്ലേ, അതിൻ്റെ പച്ച ഇനിയും പോയിട്ടില്ല. പച്ച കളർ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം അതും ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തു. പിന്നെ ഒരു 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാകത്തിന് കുറച്ച് മറ്റേ ടേമറിക് പൗഡർ, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് കൊറിയാൻഡർ പൗഡർ, എല്ലാം കുറച്ച് ഓൾറെഡി നമ്മൾ വറുക്കാനായിട്ട് ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും ആഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് വേവാനായിട്ട് അടച്ച് വേവിക്കാം. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവട്ടെ. അതിനിടയ്ക്ക് നമ്മുടെ മാവ്, ഇഡ്ഡലി മാവ് പൊങ്ങിയിട്ടുണ്ട്. ഇഡ്ഡലിക്കും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പ് നമ്മുടെ ഈ കഷ്ണത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പരിപ്പും കഷ്ണവും കൂടെ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിലാവട്ടെ. പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടും ഉണ്ട്. ഇനിയിപ്പോൾ നാളികേരം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പുളിവെള്ളത്തിലും ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലായി വരുമ്പോൾ നമ്മുടെ അരച്ചിരിക്കുന്ന നമ്മുടെ സാമ്പാറിൻ്റെ ആ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഫൈനലി കൊറിയാൻഡർ ലീവ്സും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അടിപൊളി ടിഫിൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ തന്നെ ഫുൾ മണമായിരിക്കും ഈ സാമ്പാറിൻ്റെ. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇഡ്ഡലിയുടെ കൂടെ സൂപ്പറാണ് ഈ ടിഫിൻ സാമ്പാർ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ കണ്ടില്ലേ, സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലിയും ടിഫിൻ സാമ്പാറുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.